സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം ചെയ്യുന്ന സമയത്ത് പല ആളുകളും പറയണത് ഏത് കമ്പനിയുടെ പ്രോഡക്റ്റ് വെച്ചെന്ന് പറഞ്ഞാലും ഫോൾസ് അലാം നോട്ടിഫിക്കേഷൻസ് വരുന്നതിന് യാതൊരു കുറവുമില്ല, ഫോൾസ് അലാംസ് വരുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ നെക്സ സിസ്റ്റം, ഇൻട്രൂഷൻ അലാം സിസ്റ്റംസ് വയേർഡും വയർലെസ്സും ഒക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഫോൾസ് അലാം നോട്ടിഫിക്കേഷൻസ് ഒന്നും തന്നെ വരുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ വയേർഡ് സിസ്റ്റം ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ചും കേബിൾ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോണത് എങ്ങനെയാണ് ഫോൾസ് അലാം നോട്ടിഫിക്കേഷൻസ് വരാതെ ഒരു നല്ല ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യമാണ്. അതുപോലെ ഞങ്ങൾ നെക്സ സിസ്റ്റം ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം, അതായത് പ്രോ ടിപ്സ്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വയേർഡ് ആയിട്ടുള്ള സെൻസറുകൾ യൂസ് ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ പലരും പറയാറുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു പോൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. ഏത് കേബിളാണ് നിങ്ങൾ ഇതേപോലെയുള്ള കൺട്രോൾ പാനലും സെൻസറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ ഒരു 60% മുകളിൽ ആൾക്കാരും പറഞ്ഞത് അവർ CAT 6 നെറ്റ്വർക്ക് കേബിളാണ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട കാരണം. അതായത് CAT 6 നെറ്റ്വർക്ക് കേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ട്വിസ്റ്റഡ് പെയർ കേബിളാണ്. അൺബാലൻസ്ഡ് സിഗ്നൽസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേബിളാണ്. അതായത് 100 മെഗാഹെർട്സിന് മുകളിലാണ് നമ്മുടെ എതർനെറ്റ് സിഗ്നൽസിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെയുള്ള സിഗ്നൽസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ CAT 6 നെറ്റ്വർക്ക് കേബിൾ നിങ്ങൾ ഇതേപോലെയുള്ളൊരു ലോ വോൾട്ടേജ് DC, അതായത് ബാലൻസ്ഡ് സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് കേബിൾ എടുത്തിരിക്കുന്നത് തെറ്റായതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഞങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്നത് 14/38 അലാം കേബിളാണ്. അത് 4 കോറും യൂസ് ചെയ്യാറുണ്ട്, 6 കോറും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേബിളാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ 14/38 എന്ന് പറഞ്ഞാൽ 14 സ്ട്രാൻഡ്സ് ആണ് ഓരോ വയറിലും വരിക. അപ്പോൾ 4 കോർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് റെഡ് ഉണ്ടാകും, ബ്ലാക്ക് ഉണ്ടാകും, ബ്ലൂ ഉണ്ടാകും, യെല്ലോ ഉണ്ടാകും. ഇത്രയും കേബിൾസ് ആണ് അതിൽ വരുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടത്തിയിട്ട് ആ കേബിൾ അവിടെ സ്ക്രൂ ടൈപ്പാണ്, നമ്മൾ SMPS കണക്ട് ചെയ്യുന്ന രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രാൻഡുള്ള കേബിൾ ആണെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഭയങ്കര കുറവായിരിക്കും. പിന്നെ ട്വിസ്റ്റഡ് പെയർ കേബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പവറും കൂടെ ഈ സെൻസറിലേക്ക് ആ കേബിളിൽ കൂടെ തന്നെ വിട്ട് കഴിഞ്ഞാൽ ആ പവർ ഈ ഒരു സെൻസറിൻ്റെ കേബിളിലേക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനകത്ത് ഫോൾസ് അലാംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരുന്നത്. അത് മാത്രമല്ല, നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വണ്ണം കൂടിയ കേബിളാണ്. ഈ നാരോ കേബിളാണ് യഥാർത്ഥത്തിൽ CAT 6 എന്ന് പറയുന്നത്. ഒരൊറ്റ കമ്പി മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിംഗിൾ റോഡ് കേബിൾ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരുപാട് ദൂരത്തേക്കൊന്നും അതിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നതല്ല. ഇപ്പോൾ പല ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും ഓൾറെഡി, പക്ഷേ അതൊക്കെ വളരെ ഷോർട്ട് ഡിസ്റ്റൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നടക്കും, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കൊക്കെ നടന്നു വരും. പക്ഷേ ഒരു ലോങ് റണ്ണിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ. ഇനി അത് മാത്രമല്ല, CAT 6 നെറ്റ്വർക്ക് കേബിൾ ഇട്ടിട്ട് നമ്മളൊരു ഇൻസ്റ്റലേഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ വയർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ഇൻസ്റ്റലേഷൻ പ്രോപ്പറായിട്ട് ചെയ്തു, പക്ഷേ നാളെ ഇത് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ വരണം നിർബന്ധമില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും ഇതിന് ചെയ്യാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് ആ കേബിൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ CAT 6 നെറ്റ്വർക്ക് കേബിൾ ഇട്ടുകൊണ്ട് അനലോഗ് ക്യാമറകൾ 2, 3, 4 ആൾക്കാർ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ പല ആളുകളും കോപ്പർ കേബിൾ അതിന് വില കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റാറ്റസ് ഒക്കെ കിട്ടുന്നതൊക്കെ CCA CCS എന്നൊക്കെ പറഞ്ഞ് തന്നെയാണ്. പക്ഷേ അങ്ങനെയുള്ള കേബിളൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെയധികം വിലക്കുറവായിരിക്കും. പക്ഷേ അത് നല്ല പണി നമുക്കിട്ട് തരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുള്ള 1-2 കാര്യം കൂടെ പറഞ്ഞു തരാം. ഒന്നാമതായിട്ട്, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ 4 കോർ അല്ലെങ്കിൽ 6 കോർ അലാം കേബിൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. രണ്ടാമതായിട്ട്, നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും കേബിൾ വലിക്കുന്ന സമയത്ത്, ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലൂടെ ഓഫീസിൻ്റെയോ ഫാക്ടറിയുടെ ഒക്കെ ഉള്ളിലൂടെയാണ് കേബിൾ വലിക്കണമെങ്കിൽ FRLS കേബിൾ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് ലോ സ്മോക്ക് കേബിളാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത് തീപിടുത്തമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ ഹെവി വോൾട്ടേജ് പോകുന്ന എന്തെങ്കിലും മോട്ടർ, കറണ്ട്, അങ്ങനെയുള്ള വലിയ കംപ്രസറിൻ്റെ ഒക്കെ അടുത്തോടെയൊക്കെ നമ്മൾ കേബിൾ വലിക്കുകയാണെങ്കിൽ അവിടെ ഷീൽഡഡ് കേബിൾ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ CAT 6 നെറ്റ്വർക്ക് കേബിളിനകത്ത് ഷീൽഡ് ഇല്ല എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഈ പ്രത്യേകിച്ച് ഈ ഫോൾസ് അലാംസ് ഒക്കെ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഓരോ സെൻസറും നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന സമയത്ത് EOL റെസിസ്റ്റർ, അതായത് എൻഡ് ഓഫ് ലൈൻ റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ട് തന്നെ വേണം നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അഡീഷണൽ സെക്യൂരിറ്റി നമുക്ക് കിട്ടും. കാരണം ഈ സെൻസർ ആരെങ്കിലും ഊരി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അലാം കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ.
ഈ കൺട്രോൾ പാനലും സെൻസറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മീഡിയ എന്ന് പറയുന്നത് കേബിളാണ്. അപ്പോൾ അതിന് വേണ്ട കമ്പനി പറയുന്ന സാധനം എന്താണോ അത് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. നമ്മൾ പലപ്പോഴും പല യൂട്യൂബർമാരും ഒക്കെ പറയുന്ന രീതിയിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാതെ എവിടെന്നെങ്കിലുമൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ, അതായത് നമ്മൾ ടെക്നീഷ്യൻസിന് തന്നെ പുതിയ വർക്ക് കിട്ടുന്നത് ഇല്ലാതെയാവും. നമ്മൾ എപ്പോഴും നമ്മുടെ ടൈമും എഫേർട്ടും എല്ലാം ഇടുന്നത് ആ ചെയ്ത വർക്കിലേക്ക് തന്നെയായിരിക്കും. ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാൻഡേർഡായിട്ട് ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും ഞങ്ങൾക്ക് വീണ്ടും അങ്ങോട്ട് പോകേണ്ടതായിട്ട് വരാറില്ല. അതാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ കസ്റ്റമറോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു സാധനമൊക്കെ പർച്ചേസ് ചെയ്തൊരു കസ്റ്റമർക്ക് ഒരു കേബിളും കൂടെ നല്ലത് മേടിക്കാൻ, എന്തായാലും കേബിൾ മേടിക്കണം. അപ്പോൾ കുറച്ച് പൈസ കൂടെ ഇട്ടിട്ട് നല്ലൊരു കേബിൾ മേടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ എന്തായാലും കാശ് കാണും. പലപ്പോഴും ഇത് ടെക്നീഷ്യൻസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് കൊട്ടേഷനിൽ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ സാധനം ഇട്ടിട്ട് അങ്ങ് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ കണ്ടേക്കുന്നത് കൂടുതലായിട്ടും. കാരണം ഞങ്ങൾ കൊട്ടേഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും പലപ്പോഴും ഇപ്പോൾ വേറെ ആൾക്കാരും കൊട്ടേഷൻ കൊടുക്കും. അപ്പോൾ ഞാൻ ആ കൊട്ടേഷൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ എനിക്ക് അയച്ചു തരുമ്പോഴത്തേക്കും ഞാൻ കാണാറുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സാധനങ്ങൾ. അപ്പോൾ ഞാനത് കസ്റ്റമറോട് പറയാറുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ അവരത് ചെയ്യട്ടെ, ഇങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല കേബിൾ യൂസ് ചെയ്യുക, നല്ല സെൻസറുകൾ യൂസ് ചെയ്യുക, നല്ല കൺട്രോൾ പാനൽ യൂസ് ചെയ്യുക, നല്ല റിസൾട്ട് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.